അപ്പോൾ ലിവർപൂളിന്റെ മുന്നണി പോരാളിയായ ജോട്ടയുടെ ഈ ഒരു മരണം, തീർച്ചയായും ഈ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ച അടിക്കുറിപ്പും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയും ഒക്കെ, അതും മരിക്കുന്നതിനും 18 മണിക്കൂർ 20 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റും ഒക്കെ, ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന ആ ഒരു വാക്കുകളൊക്കെയും ഇപ്പോൾ നമ്മുടെ കണ്ണീരോർമ്മയായി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. സമോറയിൽ പലാസിയോസ് ഡി സെനാബ്രിയയ്ക്ക് സമീപമുള്ള ബജാസ് ഹൈവേയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഈ വാഹനത്തിന്റെ, അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ തെറിച്ചതിനെ തുടർന്ന് അദ്ദേഹം യാത്ര ചെയ്ത ലംബോർഗിനി കാർ റോഡിൽ നിന്നും തെന്നിമാറി തീ പിടിക്കുകയായിരുന്നു. ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് UK യാത്രാ ബോട്ട് പിടിക്കാനുള്ള യാത്രക്കിടെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ ശ്വാസകോശ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ചോട്ട. അപ്പോൾ അദ്ദേഹത്തോട് ആ സമയത്ത് വിമാനയാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് കരമാർഗം ലിവർപൂളിലേക്ക് സഞ്ചരിക്കാം എന്ന രൂപത്തിൽ അദ്ദേഹം യാത്ര ചെയ്തത്. ലിവർപൂളിന്റെ പ്രീ സീസൺ പരിശീലനം തുടങ്ങാനിരിക്കെയാണ് ജോട്ടയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ ആന്ദ്രയും ബോട്ടിൽ മറുകരയിൽ എത്താനുള്ള ഈ യാത്ര ആരംഭിച്ചത്. അപ്പോൾ കാറും ബോട്ടിൽ കയറ്റിക്കൊണ്ട് UK എത്തിച്ച ശേഷം കരമാർഗം ലിവർപൂളിലേക്ക് യാത്ര തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. എന്നാൽ സാന്റാഡോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സമോറയിൽ വെച്ച് ഏതാണ്ട് രാത്രി 12:30 ജോട്ട ഓടിച്ചിരുന്ന ലംബോർഗിനി കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും അദ്ദേഹം ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു. ഇങ്ങനെയാണ് BBC ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്.